മൂന്നാം മോദി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ, അതായത് ഒന്നാമത്തെ ബഡ്ജറ്റ്. അതുപോലെ തന്നെ നിർമ്മല സീതാരാമൻ്റെ 7ാമത്തെ ബഡ്ജറ്റ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിനപത്രങ്ങൾ നോക്കുമ്പോൾ വളരെ രസകരമായ ഒരു കാരിക്കേച്ചറുമായിട്ട്, ബജറ്റിനെ പറ്റിയുള്ള ഒരു കാരിക്കേച്ചറുമായിട്ടാണ് ഹിന്ദു ദിനപത്രം പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതാണ് ആ കാരിക്കേച്ചർ. അതായത് എല്ലാവരും ഭിക്ഷാന്തേഹികളെ പോലെ ഓരോ പാത്രവും ആയിട്ട് പാത്രത്തിൻ്റെ പിന്നിൽ ഇരിക്കുന്നു. എന്നിട്ട് ഭിക്ഷാന്തേഹികളെ പോലെ ഇങ്ങനെ എന്തുണ്ട് കേന്ദ്രത്തിൻ്റെ പാത്രത്തിൽ നിന്ന് വിളമ്പിത്തരാൻ എന്ന രീതിയിൽ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്നു. ചില പാത്രങ്ങളിൽ, പ്രത്യേകിച്ച് ബീഹാറിൻ്റെയും ആന്ധ്രാപ്രദേശിൻ്റെയും പാത്രങ്ങൾ വലിയ പാത്രങ്ങളാണ്, അവയിൽ നിറച്ച് വിളമ്പിയിരിക്കുന്നു. അതേ സമയത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളുടെ പാത്രങ്ങൾ വളരെ ചെറുത്, വളരെ കുറച്ച് മാത്രം വിളമ്പിയിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ സബ് ഹെഡിങ്ങും ഒരു ഹെഡിങ്ങും കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ ഹെഡിങ്? സ്മോൾ സെർവിങ്സ് മെനി പ്ലേറ്റ്സ്. അതായത് ധാരാളം പ്ലേറ്റ് ഉണ്ട്, പക്ഷേ അതിലൊക്കെ വിളമ്പിയിരിക്കുന്നത് വളരെ കുറച്ച് മാത്രം എന്ന്. അപ്പോൾ വളരെ അർത്ഥവത്തായ ഒരു കാരിക്കേച്ചറാണ് അത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഈ കാരിക്കേച്ചർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ബജറ്റിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കുമ്പോൾ ദ ഹിന്ദു ദിനപത്രം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ഒരു കാരിക്കേച്ചർ തയ്യാറാക്കിയത്. അത് ശരിക്കും പറഞ്ഞാൽ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ട് നമ്മളിത് കാണണം. അപ്പോൾ ഞാൻ ഹിന്ദുവിനെ പറ്റി പറയാനല്ലല്ലോ ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഇതുപോലെ ദിനപത്രങ്ങളെ കൊണ്ട് കാരിക്കേച്ചർ നിർമ്മിക്കാൻ ഇടവരുത്തുക, മറ്റുള്ളവരെ കൊണ്ട്, അതായത് ബജറ്റിനെ ആകാംക്ഷയോടെ നോക്കി കാത്തിരുന്നവരെ കൊണ്ടൊക്കെ വിമർശനം ഉന്നയിപ്പിക്കുക. ഈ തരത്തിലുള്ളതായിപ്പോയി കേരളം. എല്ലാവരും, ഇന്ത്യ മുഴുവനും ആകാംക്ഷയോടെ പ്രതീക്ഷിച്ചിരുന്ന ബജറ്റിൽ കണ്ടെത്താനായത്. അത് അത്രയധികം ആകാംക്ഷ ഉണ്ടാകാനുള്ള കാരണം എന്ത്? നമുക്കറിയാം, കഴിഞ്ഞ ഒരു വർഷം മുഴുവനും നമ്മൾ വായ്ത്താരി പോലെ കേട്ടുകൊണ്ടിരുന്നത് എന്തായിരുന്നു? മോദി ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി. മോദി ഉള്ളത് കൊണ്ടാണ്, മോദിയുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അല്ലെങ്കിൽ പിതൃസ്വത്ത് കൊണ്ടുവന്നത് കൊണ്ടാണ് ഇന്ത്യയിലെല്ലാവരും എങ്ങനെയെങ്കിലും ജീവിച്ചു പോകുന്നത്. അത്ര സുഭിക്ഷമായിട്ടല്ല, കുറച്ച് വളരെ ചെറിയ ശതമാനം മാത്രമാണ് സുഭിക്ഷതയിലും ഒക്കെ കഴിയുന്നത്. അല്ലാത്തവരൊക്കെ പ്രാരാബ്ധങ്ങളിൽ തന്നെയാണ്. പിന്നെ ഒരു വലിയ ജനവിഭാഗം കഷ്ടപ്പാടിലുമാണ്. പക്ഷേ അങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നതൊക്കെ മോദി ഗ്യാരണ്ടി കൊണ്ടാണ് എന്ന് അടിയുറച്ച് വിശ്വസിപ്പിക്കത്തക്ക രീതിയിൽ മോദി ഇനി ഒരുപാട് ഗ്യാരണ്ടീസ് തരുന്നു, അതെല്ലാം നിറവേറ്റും എന്നൊക്കെയുള്ള വാഗ്ദാനങ്ങളായിരുന്നു നമ്മൾ ഇലക്ഷന് മുൻപ് വളരെ നാൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ TV ചാനലുകളിൽ എല്ലാം എവിടെ തിരിഞ്ഞൊന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ മാത്രമെന്ന് ചങ്ങമ്പുഴ പാടിയതുപോലെ എവിടെ ഏത് വർത്തമാന പത്രമോ എന്തെടുത്താലും അവിടെയൊക്കെ മോദി ഗ്യാരണ്ടി ആയിരുന്നു. പത്രങ്ങൾ എടുത്താലുണ്ടല്ലോ ആദ്യത്തെ പേജ് മുഴുവനും മോദി ഗ്യാരണ്ടി. ഇതുപോലെ മോദി ഗ്യാരണ്ടി പറഞ്ഞും കേട്ടും സത്യം പറഞ്ഞാൽ മടിച്ചിരുന്നു. ചില ദിവസങ്ങളിലൊക്കെ ന്യൂസ് പേപ്പർ എടുത്ത് ആദ്യത്തെ 1-2 പേജ് മാറ്റി കളഞ്ഞിട്ട് അതിനടുത്ത പേജിലേക്ക് പോകണം. കാരണം ആദ്യമുള്ളതെല്ലാം മോദി സ്തുതികളും മോദി ഗ്യാരണ്ടിയുമായിരുന്നു. അങ്ങനെ പോയ ഒരു ഗവൺമെൻറ് ഭരണത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അന്ന് പറഞ്ഞതുപോലെ ഒരുപാട് നല്ല പ്രതീക്ഷകളോടെയാണ് എല്ലാവരും കാത്തിരുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും വിചാരിച്ചു വലിയ കാര്യമായ മാറ്റങ്ങൾ കഴിഞ്ഞ പോയ ബജറ്റുകളിൽ നിന്നൊക്കെ ഉണ്ടാകുമെന്ന്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. മല എലിയെ പ്രസവിച്ചു എന്ന് പറയുന്നത് പോലെ വലിയ പ്രസംഗങ്ങളൊക്കെ നടത്തിയിരുന്ന അവസാനം ബജറ്റ് വന്നപ്പോഴത്തേക്കും വളരെ ശുഷ്കമായ ഒരു ബജറ്റായിപ്പോയി. അതായത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ, വളരെ വസ്തുനിഷ്ഠമായിട്ട് നമ്മൾ ഈ ബജറ്റിനെ വിലയിരുത്തുകയാണെങ്കിൽ ആദ്യം ആർക്കും തോന്നുന്നത് ഇതൊരു പ്രോ ബീഹാർ, പ്രോ ആന്ധ്രാപ്രദേശ്, പ്രോ കോർപ്പറേറ്റ് ബജറ്റാണെന്നാണ്. പിന്നെയും വേറെ ചില സംസ്ഥാനങ്ങൾക്ക് കാര്യമായി കിട്ടിയിട്ടുണ്ട് പ്രയോജനങ്ങൾ. അതും ഞാൻ നമ്മുടെ ഈ ചർച്ചാ മധ്യേ തീർച്ചയായിട്ടും ഞാൻ അതും കൂടി ഒന്ന് എടുത്ത് കാണിക്കും തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഇരിക്കെ കേരളത്തിന് എന്ത് കിട്ടി എന്ന് ചോദിക്കുന്നു. കേരളത്തിന് എന്ത് കിട്ടി എന്നുള്ളതിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ള ഒരു മേഖല, അതായത് ഈ ബജറ്റിൽ ഏറ്റവും ഫോക്കസ് ജോബ് ക്രിയേഷനാണ്, തൊഴിൽ സൃഷ്ടിക്കാണ്. എംപ്ലോയബിലിറ്റി, അതായത് ഇവിടെ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞ്, ഹയർ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് യൂത്ത്, അവർക്ക് കൊടുത്തിരിക്കുന്ന ഡെഫിനിഷൻ തന്നെ 12ാം ക്ലാസ്സോ അതിനു മുകളിലോ വിദ്യാഭ്യാസമുള്ളവർ എന്നാണ്. അങ്ങനെയുള്ള ഈ എഡ്യൂക്കേറ്റഡ് യൂത്ത് എംപ്ലോയബിലിറ്റി ഇല്ലാതിരിക്കുന്നു, എംപ്ലോയബിലിറ്റി കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. പല ഏജൻസീസും ഇത് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ മിനിങ്ങാന്ന് പുറത്തു വന്ന ഇക്കണോമിക് സർവേ റിപ്പോർട്ടിലും ഇത് തന്നെയുണ്ട്.
അപ്പോൾ അങ്ങനെ സർവേ റിപ്പോർട്ടിൽ അത് മാത്രമല്ല ഉള്ളത്, ഇൻകം ഇൻഇക്വാളിറ്റി, അതായത് അസമത്വം ഇന്ത്യയിൽ വർദ്ധിച്ചിരിക്കുന്നു. അതിനെപ്പറ്റി ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. അപ്പോൾ അസമത്വം വർദ്ധിച്ചിരിക്കുന്നു, തൊഴിലില്ലായ്മ വർദ്ധിച്ചിരിക്കുന്നു. ഈ തൊഴിലില്ലായ്മയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം തൊഴിൽ ലഭ്യമല്ലാത്തതാണ്. മറ്റൊരു കാരണം എംപ്ലോയബിലിറ്റി സൃഷ്ടിച്ചെടുക്കാത്തതാണ് വിദ്യാഭ്യാസ മധ്യത്തിൽ എന്നൊക്കെയുള്ള വിമർശനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ബജറ്റ് ജോബ് ക്രിയേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് പറയുന്നു. അപ്പം എനിക്ക് തോന്നുകയാണ് ഈ MGNREGP, അതായത് ഈ ഇവിടുത്തെ പ്രകൃതി സ്നേഹികൾ, അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹ്യ സുരക്ഷയെ പറ്റി ആശങ്കയുള്ളവർ, അങ്ങനെയുള്ള എല്ലാവരും തന്നെ ആവശ്യപ്പെട്ടിരുന്ന ഒരു ഘടകം ഉണ്ടായിരുന്നു. ബജറ്റിന് മുൻപ് ബഹുമാനപ്പെട്ട ധനമന്ത്രിയോട് ആവശ്യപ്പെട്ട ഒരു ഘടകം അതെന്തായിരുന്നു? തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിനങ്ങൾ കൂട്ടണം. അതായത് ഇപ്പോൾ 100 ആണുള്ളത്, അത് 150 കൂട്ടണം. അതുപോലെ തന്നെ അവരുടെ വേതനം 332 രൂപയാണ്, അതിൽ നിന്ന് 400 രൂപയാക്കി വർദ്ധിപ്പിക്കണം. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ദേശീയ തലത്തിൽ വേതന വർധനവിന് സഹായകമാകും. കാരണം നമ്മുടെ കേരളത്തിലുള്ളതുപോലെ ഉള്ള വേതനമല്ല ഓൾ ഇന്ത്യ തലത്തിൽ നിൽക്കുന്ന വേതനം. അതായത് നമ്മളിവിടെ കൊടുക്കുന്നതിൻ്റെ 1/3 പോലും ഇവിടെ 1200 രൂപ ഒരു ദിവസ കൂലിക്കാരന് കിട്ടുമ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ അത് 200 അതിൻ്റെ തൊട്ട് ചുറ്റുവട്ടത്തിലോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അത്ര വലിയ അന്തരമാണ് തൊഴിൽ. അതായത് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന, ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ നോംസ് അനുസരിച്ച് മാന്യമായ തൊഴിലിന് 4 നോംസ് പറയുന്നുണ്ട്. ആ 4 നോംസ് എന്തൊക്കെയാണ്? ആ 4 നോംസ്: 1 ജോലി സ്ഥിരത, 2 മാന്യമായ വേതനം. മാന്യമായ വേതനം എന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൽ കുടുംബത്തിന് ജീവിച്ചു പോകാൻ പറ്റുന്ന വേതനമാണ് മാന്യമായ വേതനം. 3 യൂണിയനൈസ് ചെയ്യാനുള്ള അവകാശം. 4 പെൻഷൻ. അപ്പോൾ ഈ പറയപ്പെട്ട 4 ഘടകങ്ങൾ ഇന്ത്യയിൽ ഇല്ല എന്ന് തന്നെ പറയുന്നതായിരിക്കും ശരി. അതിനൊക്കെ ഒരു എക്സംഷൻ, അതിൽ ചിലതിൽ വേജിൽ മാത്രം, വേജിൽ യൂണിയനൈസ് ചെയ്യാനുള്ള അവകാശത്തിൽ ഒക്കെ കേരളം ഒരു എക്സാമ്പിളാണ്. നല്ല മാന്യമായ വേതനം കൊടുക്കുന്നുണ്ട്, യൂണിയനൈസ് ചെയ്യാനുള്ള അവകാശം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ആ യൂണിയനൈസ് ചെയ്യാനുള്ള അവകാശത്തെ മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ തൊഴിലാളി യൂണിയനുകൾ എന്ന് എടുത്തു പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ടാണ് ഇവിടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് തീരെ താഴ്ന്നിരിക്കുന്നതും വ്യവസായങ്ങൾ വരാൻ മടിക്കുന്നതും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് 150 ദിവസത്തേക്ക് വർദ്ധിപ്പിച്ചിരിക്കും. അതായത് ഇമ്മീഡിയറ്റ് ഇഫക്റ്റാണെന്ന് ഓർക്കണം. ഇന്ന് മുതൽ 150 ദിവസത്തേക്ക് അവർക്ക് ജോലി കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയപ്പെട്ട ഇനീക്വാളിറ്റി, അസമത്വത്തിൽ ഒത്തിരി മാറ്റമുണ്ടാകും. അതുപോലെ വേതന വർധനവ്, ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതന വർധനവ് ഉണ്ടാകുമ്പോഴും ആ അസമത്വത്തിൽ ഒത്തിരി മാറ്റം വരും. അപ്പോൾ നേരെ മറിച്ച് ജോബ് ക്രിയേഷന് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന സ്കില്ലിംഗ് പ്രോഗ്രാംസ് എല്ലാം നോക്കിക്കോളൂ, എല്ലാം ദീർഘകാലം കൊണ്ട് മാത്രം, അതായത് ഇന്നോ നാളെയോ മറ്റന്നാളോ നടക്കുന്ന കാര്യമല്ല, കാലമെടുത്ത് മാത്രം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ അസമത്വം എത്ര കാലം നീണ്ടുപോകും? ഇതിനിയും വർദ്ധിക്കുകയില്ലേ? ഈ ജോബ്ലെസ്നെസ്, തൊഴിലില്ലായ്മ ഇതുപോലെ തുടരുകയില്ലേ? ഇത്തരം വളരെ പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാത്ത ഒരു ബജറ്റാണിത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ കാസർഗോഡ് നിന്ന് നമ്മുടെ MP ഉണ്ണിത്തൻ്റെ ഒരു സന്ദേശമുണ്ടായിരുന്നു. അതായത് തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി, അതായത് 1 കോടിക്കണക്കിന് രൂപയാണ് ആ ഒറ്റ ജില്ലയ്ക്ക് മാത്രം ഇപ്പോഴും കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. കോടിക്കണക്കിനെന്ന് പറയുമ്പോൾ അതിലെ ഒരു പഞ്ചായത്തിന് തന്നെ 1 കോടിയിലധികം രൂപയുണ്ട്. ആ കൃത്യമായ കണക്കുകൾ എൻ്റെ ഫോണിലുണ്ട്, പക്ഷേ ഞാനതെല്ലാം വായിക്കുന്നില്ല. പക്ഷേ അതിൽ ഒരുപാട് വലിയ തോതിൽ കുടിശ്ശിക കിടക്കുന്നു. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷത്തെ തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രൊവിഷൻ ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുന്നത്, ശ്രീമതി സീതാരാമൻ അലോട്ട് ചെയ്തിരിക്കുന്ന തുകയും ഈ പ്രാവശ്യം ചെയ്തിരിക്കുന്ന തുകയും ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യത്തെ 2023-24 ബജറ്റിൽ 66,000 കോടി രൂപയായിരുന്നു തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നത്. പക്ഷേ അതെവിടെയും എത്തിച്ചേർന്നില്ല. അതുകൊണ്ട് അതായത് വർഷാവസാനത്തെ കണക്ക് വരുമ്പോഴേക്കും 1,05,000 കോടി രൂപയായിട്ട് അത് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കാണാം. അങ്ങനെ 1,05,000 കോടി രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുമ്പോഴാണ് ഈ കാസർഗോഡ് ഒരു മെസ്സേജ് എനിക്ക് കിട്ടുന്നത്. അതായത് അവിടെ ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ പഞ്ചായത്തിലും തൊഴിലുറപ്പ് പദ്ധതിക്ക് തൊഴിലിന് പോയവർക്ക് കുടിശ്ശികയായിട്ട് കിടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു സംശയം എനിക്ക് ഉദിക്കുന്നു. ഈ 1,05,000 കോടി കിട്ടിയിട്ടും
ഇന്ത്യ മുഴുവനും ഇതുപോലെ കുടിശ്ശിക കിടക്കുന്നുണ്ടോ? അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോലി കുടിശ്ശിക കിടക്കുകയാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞാൽ ആ കുടിശ്ശികയ്ക്ക് പലിശയായിട്ട് കൊടുക്കണം, അതായത് കോമ്പൻസേഷൻ പോലും കൊടുക്കണം, 15 ദിവസത്തിൽ കൂടുതൽ കുടിശ്ശിക വരുത്താൻ സമയം ഇടാൻ പാടില്ല എന്നൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ നിയമങ്ങളിലുള്ളതാണ്. ആ നിയമങ്ങളിലൊക്കെ ഉണ്ടായിട്ടും ഇങ്ങനെ ഇതിപ്പോൾ കാസർഗോഡ് വിവരം ഞാൻ അറിഞ്ഞു, മറ്റു ജില്ലകളിലൊക്കെ ഇതുപോലെ കിടപ്പുണ്ടാകും. അപ്പോൾ അത് ആരുടെ കുറ്റം കൊണ്ടാണ്? തൊഴിലുറപ്പ് പദ്ധതിയിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അലോട്ട് ചെയ്ത എമൗണ്ട് കുറഞ്ഞു പോയതുകൊണ്ടാണോ ഇപ്പോഴും ഈ കുടിശ്ശിക കിടക്കുന്നത്? അതോ അവിടെ നിന്ന് കിട്ടിയ ഫണ്ട്, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ രീതി നമുക്കറിയാം, പ്രപ്പോർഷൻ 90% ചെലവ് കേന്ദ്രവും 10% ചെലവാണ് സംസ്ഥാനങ്ങൾ വഹിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ കുടിശ്ശിക കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സംസ്ഥാനം അത് വകമാറ്റി ചെലവഴിച്ചു. ഈ രണ്ടിലേത് സാധ്യതയുള്ളത് എന്ന് നമുക്കിനി അത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം, അത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാത്തതാണെങ്കിൽ എന്തുകൊണ്ട് കിട്ടിയില്ല? ആ കഴിഞ്ഞ ബജറ്റിൽ അലോട്ട് ചെയ്തിരുന്ന എമൗണ്ട് 66,000 കോടിയിൽ നിന്ന് 1,05,000 കോടി വരെ വർദ്ധിപ്പിച്ചിട്ട് പോലും തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് കൂലി കിട്ടിയിട്ടില്ല. ഒരുപാട് കിടക്കുന്നു, ഇനിയും കിട്ടാനായി കിടക്കുന്നു, കുടിശ്ശിക കിടക്കുന്നു എന്ന് പറയുമ്പോൾ തൊഴിലുറപ്പ് പദ്ധതിക്ക് അലോട്ട് ചെയ്യുന്ന എമൗണ്ട് തീരെ അപര്യാപ്തം എന്ന് നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ ഉറപ്പിക്കാവുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ അത് 86,000 രൂപയിൽ ഇപ്രാവശ്യം ഫിക്സ് ചെയ്തത്? അപ്പോൾ ഇതൊന്നും കാണുന്നില്ല ചുറ്റുവട്ടത്തിൽ നടക്കുന്നത്. ഈ രാജ്യത്ത് എന്താണ് നടക്കുന്നത്? ILO പറഞ്ഞു 82.9% തൊഴിലില്ലായ്മ, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന്. അതുപോലെ തന്നെ അതിനേക്കാൾ താഴ്ന്ന കണക്കുകളാണെങ്കിലും എല്ലാവരും ഇന്ത്യയിൽ ഇതുവരെ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത, അതായത് കോവിഡ് കാലത്ത് ഒഴിച്ച് ബാക്കി ഒരു കാലത്തും പ്രതീക്ഷിക്കാത്തത്ര, ഒരു കാലത്തൊന്നും പറയാൻ പറ്റില്ല, നോട്ട് നിരോധനം കഴിഞ്ഞ ഉടനെയും ഇതുപോലെ തൊഴിലില്ലാതെ വന്നിരുന്നു, തൊഴിൽ കുറവ് വന്നിരുന്നു, ഭയങ്കര അൺഎംപ്ലോയ്മെൻ്റ് ആയിരുന്നു കേരളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസ്ഥ, വലിയ അൺഎംപ്ലോയ്മെൻ്റ് ഉള്ള ഒരവസ്ഥയ്ക്ക് ഇന്ത്യയിൽ ആകെ നിലനിൽക്കെ തൊഴിലുറപ്പ് പദ്ധതിയെങ്കിലും ഈ ഇനീക്വാളിറ്റി, അസമത്വം കുറയ്ക്കാനായിട്ട്, സാധാരണക്കാരുടെയും ദാരിദ്ര്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുടെയും കഷ്ടപ്പാടുകൾ കുറയ്ക്കാനായിട്ട്, അവർക്കൊരു കൈത്താങ്ങായിട്ട് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ എന്തുകൊണ്ട് കൂടുതൽ പണം ഇട്ടില്ല എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോഴാണ് ഈ കാരിക്കേച്ചർ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇട്ടത് 86,000 കോടിയാണെങ്കിൽ നിതീഷ് കുമാറിൻ്റെ ബീഹാറിന് കൊടുത്തിരിക്കുന്ന പാക്കേജ് നോക്കണം. എല്ലാവർക്കും കിട്ടുന്ന എല്ലാം അവർക്കും കിട്ടുന്നു, അവർക്കായിട്ട് കൊടുത്തിരിക്കുന്ന അഡീഷണൽ പാക്കേജ് എത്രയാണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് 58,900 കോടിയുടെ പാക്കേജാണ് നിതീഷ് കുമാറിന് പ്രത്യേകമായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനും 26,000 കോടിയുടെ ഒരു പാക്കേജ് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് വളരെ കൂടുതൽ വാരിക്കോരി കൊടുക്കുന്നു. അങ്ങനെ വാരിക്കോരി കൊടുക്കുമ്പോൾ നമ്മൾ ഓർക്കണം, എവിടെ നിന്നാണ് സെൻട്രൽ ഗവൺമെൻറ് ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത്? ഇവിടുത്തെ ഇന്ത്യയിലെ മൊത്തം ജനങ്ങൾ കൊടുക്കുന്ന നികുതി പണവും പിന്നെ നികുതിയേതര വരുമാന സമാഹരണവും. ഇങ്ങനെ ജനങ്ങളുടെ അടുത്തു നിന്ന് സമാഹരിക്കുന്ന പണമാണ് ഖജനാവിലെത്തുന്നത്, സെൻട്രൽ ഖജനാവിലെത്തുന്നത്. ആ പണം എടുത്താണ് ഇതുപോലെ തോന്നിയതുപോലെ ചില സംസ്ഥാനങ്ങൾക്ക്, തീർച്ചയാണ് ബീഹാറിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, അവർക്ക് വികസനം വളരെ താഴ്ന്ന നിലയിലാണ്. പക്ഷേ അതിൻ്റെ കുറ്റം ആർക്കാണ്? അതിനെ ബീഹാറിനും ഇന്ത്യ സ്വതന്ത്രമായ കാലത്ത് സ്വതന്ത്രമായ ഒരു സ്ഥലം തന്നെയല്ലേ, ഈ സ്വതന്ത്ര ഭാരതത്തിലെ ഒരു സംസ്ഥാനമല്ലേ ബീഹാർ. ആ ബീഹാർ പിന്നോക്കം പോയെങ്കിൽ ഈ നിതീഷ് കുമാറിനെ പോലെയുള്ള രാഷ്ട്രീയക്കാരുടെ കള്ളക്കളികൾ കൊണ്ടാണ്. വികസനം മുരടിപ്പുണ്ടാവാൻ കാരണം, വികസനം ഇല്ലാതെയാകാൻ കാരണം അത്തരക്കാരുടെ ഭരണം കൊണ്ടാണ്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും പണിഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശിനും പ്രത്യേക പരിഗണന കൊടുക്കേണ്ട ആവശ്യം ഇല്ല. എങ്കിൽ തന്നെയും മോദി ഗവൺമെൻറ് അത് കൊടുക്കുന്നു. അത് കൊടുക്കുന്നതിൻ്റെ കാരണങ്ങൾ ഇപ്പോൾ എല്ലാവരും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വളരെ വിസ്തരിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ രണ്ട് സംസ്ഥാനങ്ങൾ ചേർന്ന് കൂടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഫോം ചെയ്യാൻ തന്നെ നരേന്ദ്രമോദിക്ക് 3ാം വട്ടം കഴിഞ്ഞത്.
അപ്പം അതുകൊണ്ടാണ് ഈ ചില പാത്രങ്ങളിൽ വളരെ കൂടുതൽ വിളമ്പി ചില പാത്രങ്ങളിൽ വളരെ കുറച്ച് വിളമ്പുന്നു. അപ്പം നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയെ പറ്റിയാണ് പറഞ്ഞത്. 86,000 കോടി തൊഴിലുറപ്പ് പദ്ധതിക്ക് മാറ്റിവെച്ച് ഈ സ്പെഷ്യൽ പാക്കേജ് ആവശ്യപ്പെടുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഈ ബജറ്റ് കൊണ്ട് ആഗ്രഹിക്കുന്ന ജോബ് ക്രിയേഷൻ, തൊഴിൽ സൃഷ്ടി നടക്കുകയില്ല. നടന്നേനെ ഈ തൊഴിലുറപ്പ് പദ്ധതിക്കാരെ എങ്കിലും 180 ദിവസം തൊഴിൽ എന്ന് പറഞ്ഞ് അതിൻ്റെ കൂലിയും 400 രൂപയിലേക്കൊക്കെ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വടക്കേ ഇന്ത്യയിൽ നിന്ന്, അതായത് ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് വരികയാണ്. ആ ബംഗാളിൽ തന്നെ 400 രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ സ്വന്തം നാട്ടിൽ സ്വന്തം കുടുംബത്തിൽ കുടുംബ ബന്ധങ്ങൾ മാനിച്ചുകൊണ്ട് അവിടെ കഴിയാമായിരുന്നു അവർക്ക്. അതിന് പകരമാണ് അത്തരക്കാർ കേരളത്തിലേക്ക് വരേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഇത് വളരെ അനീതിയാണ്. അതായത് തൊഴിലുറപ്പ് പദ്ധതിക്ക് തീർച്ചയായിട്ടും കൂടുതൽ കൊടുക്കേണ്ടതായിരുന്നു, അത് കൊടുക്കാതിരുന്നത് വലിയ തെറ്റായിപ്പോയി. അത് കൊടുത്തിരുന്നെങ്കിൽ അത് കേരളത്തിനും വളരെ വലിയ ആശ്വാസമാകുമായിരുന്നു. ഇപ്പോൾ ഈ കാസർഗോഡ് നിന്ന് കേട്ട അതേ ന്യൂസ് തന്നെ അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അതിൻ്റെ പഴി കേന്ദ്രത്തിൻ്റെ മേൽ ചാരേണ്ടതാണോ അതോ സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ ചാരേണ്ടതാണോ? അതായത് ഇവിടെ വകമാറ്റി ചെലവഴിക്കുന്നു വലിയ തോതിലെന്ന് CAG വരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഗവൺമെൻറ്റിനെയും നമ്മൾ സംശയദൃഷ്ടിയോടെ നോക്കണം. എങ്കിലും ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പണത്തിൽ പോലും കൈയിട്ട് വാരുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് എന്ന് എനിക്ക് ഊഹിക്കാൻ പോലും, എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രയും നാണം കെട്ട പരിപാടിയാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ. അതായത് അന്നത്തിന് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത്. ജീവനോപാധിക്ക് വേണ്ടിയാണ് തൊഴിലുറപ്പ് പദ്ധതി 2005 മഹാത്മാഗാന്ധി നാഷണൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് ഒരെണ്ണം നിയമപരമായിട്ട് ഒരു നിയമമുണ്ടാക്കി കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്റ്റാക്കി മാറ്റി അങ്ങനെ ഒന്ന് കൊണ്ടുവന്നത് ജീവനോപാധി നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പോൾ ഈ ജീവനോപാധിക്ക് വേണ്ടി ജോലിക്ക് പോകുന്നവർക്ക് കൊടുക്കേണ്ട ശമ്പളം 15 ദിവസം കഴിഞ്ഞിട്ട് പോലും കൊടുക്കുന്നില്ല എന്ന് പറയുന്നത് അധമമായ ഒരു കർമ്മമാണ്. ആ കർമ്മം കേന്ദ്രം ചെയ്താലും സംസ്ഥാനം ചെയ്താലും ഒരുപോലെ അധമം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഈ ബജറ്റിനെ ഈ ഒറ്റ പോയിന്റിൽ നിന്ന് തന്നെ നമുക്ക് വിലയിരുത്തുമ്പോൾ ഇത് വളരെ മോശം ബജറ്റ്. അതായത് മോദി ഗാർഡിയുടെ പെരുമ്പറയെല്ലാം കൊട്ടി കേൾപ്പിച്ച് എങ്ങനെയെങ്കിലും പിടിച്ച് കയറി ഭരണത്തിലെത്തി കഴിയുമ്പോൾ ഇന്നലെ വരെ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം അമ്പേ മറക്കുക, എല്ലാം മറന്നിട്ട് ഇതേ ഉള്ളൂ, ഇത് വേണമെങ്കിൽ നീ വാങ്ങിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊച്ചു പാത്രങ്ങളിൽ വിളമ്പാനായിട്ട് തേടാൻ ശ്രമിക്കുമ്പോഴത്തേനും എല്ലാ സംസ്ഥാനങ്ങളും ആകാംക്ഷയോടെ, കാരണം എല്ലാ സംസ്ഥാനങ്ങൾക്കും അവരുടെ വികസന പ്രതീക്ഷകളുണ്ട്, ആവശ്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് പ്രതീക്ഷയോടുകൂടി തന്നെ അവരവരുടെ ആവശ്യങ്ങൾ അറിയിച്ചിട്ട് കാത്തിരിക്കുന്നത് എന്ത് കിട്ടുമെന്ന്. അപ്പോൾ ഒന്നും കിട്ടാത്ത ഒരവസ്ഥ വരുമ്പോഴത്തേനും ആർക്കും രോഷം, ധാർമ്മിക രോഷം ഉരുത്തിരിയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആരുടെയും നാട്ടിൽ നിന്നോ വീട്ടിൽ നിന്നോ കൊണ്ടുവന്നതല്ല. ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും നികുതി പണവും ഈ രാജ്യത്തിൻ്റെ അകത്തു നിന്ന് തന്നെ കളക്ട് ചെയ്യുന്ന നികുതിയേതര വരുമാനവും ചേർന്നതാണ് ആ ബജറ്റിൽ കാണിക്കുന്ന പണം. അത് എന്തോരമുണ്ട്, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ കൃത്യമായിട്ട് അറിയാൻ ഇവിടുത്തെ ഓരോ പൗരനും അവകാശമുണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 212 വകുപ്പ് അനുച്ഛേദം അനുസരിച്ച് അത് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമുക്ക് തരുന്ന ഒരു അവകാശമാണ്. ബജറ്റിൽ എന്തുമാത്രം തുകയുണ്ട്, അത് ഏതൊക്കെ മേഖലകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു, ഇതെല്ലാം ബജറ്റ് വഴി ജനങ്ങളെ അറിയിക്കാനാണ് ബജറ്റ് എന്നൊരു മാമാങ്കം തന്നെ, ഒരു വലിയ ധർമ്മം തന്നെ ഗവൺമെൻറ്റിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതി ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. കേരളത്തിന് എന്ത് കിട്ടി എന്നതിലേക്കാണ് ഞാൻ ഒന്ന് ശ്രദ്ധിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന കുറേ പദ്ധതികളുണ്ടായിരുന്നു. ആ പദ്ധതികളിലെ നമുക്ക് ആദ്യം നോക്കാം. എയിംസ് തന്നെ എല്ലാവരും അത് ചർച്ച ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ വിചാരിച്ചിരുന്നു ഇപ്രാവശ്യം കേരളത്തിന് കൈ നിറയെ കിട്ടും. കാരണം എന്താണ്, നമുക്കിവിടെ നിന്ന് 2 മന്ത്രിമാരാണ്, സഹമന്ത്രിമാരാണെങ്കിലും കേന്ദ്രത്തിലുള്ളത്. 2 മന്ത്രിമാരുണ്ടെന്ന് പറയുമ്പോൾ ഒരാൾ ഇവിടെ നിന്ന് MP ആയിട്ട്, കന്നി MP ആയിട്ട് പോയ ആളാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ശബരിമലയിൽ ഇരുന്ന് ശ്രീ ശാസ്താവ് ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന പോലെ, ഈ നാട്ടിലെ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന പോലെയുള്ള അനുഗ്രഹ വർഷമായിരിക്കും കേരളത്തിലേക്ക് ഉണ്ടാവുക കേന്ദ്രത്തിൽ നിന്ന്. കാരണം ഒരു MPയെ സൃഷ്ടിക്കുക എന്ന മോഹം കേരളം നടത്തി കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വേറെ രണ്ടാമതൊരു മന്ത്രി ജോർജ് കുര്യൻ. അപ്പോൾ മന്ത്രി സുരേഷ് ഗോപിയും മന്ത്രി ജോർജ് കുര്യനും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ വളരെ കൃത്യമായിട്ട് അവിടെ അറിയിക്കും, അത് രേഖപ്പെടുത്തും. അപ്പോൾ അത് അനുസരിച്ച് തന്നെ നമുക്ക് വലിയ ലഭ്യത,
അതായത് ഈ ഒരു ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ, ഒരു സമത്വപൂർവമായ ബജറ്റിൻ്റെ ഒരു സമത്വപൂർണ്ണമായ അലൊക്കേഷൻ മതി. അല്ലാതെ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കേണ്ട വിഹിതം ഒന്ന് വെട്ടിക്കുറച്ചിട്ട് കേരളത്തിന് തരണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ അർഹിക്കുന്ന ഒരു വിഹിതം നമുക്ക് കിട്ടും എന്ന് തന്നെ കരുതിയിരുന്നു. അങ്ങനെ കരുതിയിരുന്നിടത്താണ് നമ്മുടെ പ്രതീക്ഷകളെയൊക്കെ തകർത്തുകൊണ്ട് ഇതുപോലെ ഒരു ബജറ്റ് വന്നത്. കേരളം എന്ന ഒരു വാക്ക് കേരളം ഇവിടെ നിലകൊള്ളുന്നു എന്ന് പോലും നിർമ്മലാ സീതാരാമൻ അറിയാത്തതുപോലെയാണ് വന്നത്. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞിരുന്നു, വേറെ ചില സംസ്ഥാനങ്ങൾക്കൊക്കെ കൈയഴിഞ്ഞ് സഹായം കിട്ടിയിട്ടുണ്ടെന്ന്. അത് ഏത് സംസ്ഥാനമാണെന്നും കൂടി നോക്കുക. നമ്മുടെ നിർമ്മലാ സീതാരാമൻ്റെ സംസ്ഥാനം തന്നെ, തമിഴ്നാട് തന്നെ ഒന്ന് നോക്കുക. അവർക്ക് കൊടുത്തത് കൂടിപ്പോയെന്ന് ഞാൻ പറയുകയല്ല ചെയ്യുന്നത്. നമ്മൾ ചോദിച്ചിട്ട് നമുക്ക് തന്നില്ല, പക്ഷേ അവർ സ്വന്തം സംസ്ഥാനത്തിന് കൈയഴിഞ്ഞ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ്. കാരണം ലെതർ ഇൻഡസ്ട്രിക്കും ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്കും കൊടുത്തിരിക്കുന്ന ഹൈപ്പ്, അതായത് രണ്ടിനും വരുത്തുന്ന റോ മെറ്റീരിയൽസിൻ്റെ ഇൻപുട്സ്, റോ മെറ്റീരിയൽസ് തന്നെ പറയാം, അതിൻ്റെ ഒക്കെ നികുതി, കസ്റ്റംസ് തീരുവ വലിയ തോതിൽ വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അങ്ങനെ വെട്ടിക്കുറച്ചിരിക്കുന്ന വലിയ തോതിൽ, ഉദാഹരണത്തിന് ലെതർ വ്യവസായത്തിനുള്ള ഇറക്കുമതി തീരുവ 10% നിന്ന് 0 ആക്കി കുറച്ചു. അതായത് ലെതർ വ്യവസായത്തിന് ആവശ്യമായ റോ മെറ്റീരിയൽസിൻ്റെ കസ്റ്റംസ് തീരുവ 10% നിന്ന് 0 കൊണ്ടുപോയി. രണ്ടാമത് വസ്ത്രവ്യാപാരത്തിനുള്ള അസംസ്കൃത പദാർത്ഥങ്ങളുടെ ഇറക്കുമതി തീരുവ 30% നിന്ന് 10% കുറച്ചു. ഒന്ന് 10 നിന്ന് 0 ആക്കി, ഒന്ന് 30% നിന്ന് 10% കുറച്ചു. മറ്റൊന്ന് മെഥിലിൻ ഡിസോസൈനൈറ്റ്, അത് 7.5, അതും ഈ ലെതർ ഇൻഡസ്ട്രിക്കോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്കോ, ഏത് ഇൻഡസ്ട്രിക്ക് അത്യാവശ്യമെന്ന് എനിക്ക് അത്ര ക്ലിയറായിട്ട് അറിഞ്ഞുകൂടാ. ഏതായാലും ഈ മെഥിലിൻ്റെ ടാക്സ് 7.5% നിന്ന് 2.5% കുറച്ചു. അപ്പം ഈ 3 മേഖലകൾ, അതായത് ഒരു ചാകര പോലെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നികുതി ഇളവുകൾ, കസ്റ്റംസ് തീരുവ ഇളവുകൾ തമിഴ്നാടിന് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതൊരിക്കലും തെറ്റ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം തമിഴ്നാട്ടിലെ ഏറ്റവും പ്രശസ്തമായ ഒരു വ്യവസായമാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി. ഇപ്പോൾ വളരെ നാളുകളായിട്ട് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ഒരു സ്ലഗിഷ് ഇൻഡസ്ട്രി ആയിട്ട് മുന്നേറുകയാണ്. അപ്പം അത് ഒരുപാട് തൊഴിലാളികളെയും വ്യവസായികളെയും ഒക്കെ ബാധിക്കും. അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും ആ വ്യവസായത്തിനൊരു പരിരക്ഷ ആവശ്യമാണ്. ഈ കൊടുത്തിരിക്കുന്ന പരിരക്ഷ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലത് എന്നേ പറയാൻ പറ്റൂ. പക്ഷേ ആ കണ്ണോടുകൂടി തന്നെ മറ്റ് സംസ്ഥാനങ്ങളെയും നിർമ്മലാ സീതാരാമൻ കാണണമായിരുന്നു എന്ന് മാത്രമാണ് എനിക്ക് അവിടെ പരാമർശിക്കാനുള്ളത്. അതുപോലെ തന്നെ ലെതർ ഇൻഡസ്ട്രി, ഈ ടെക്സ്റ്റൈൽസും ലെതറും ഇന്ത്യയിൽ നിന്ന് ധാരാളമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഉൽപ്പന്നങ്ങളും കൂടിയാണെന്ന് ഓർക്കണം. അപ്പം നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിന്ന് ചെന്നാലും ഇന്ത്യയിൽ നിന്നുള്ള ലെതർ എക്സ്പോർട്ട്സും ടെക്സ്റ്റൈൽ എക്സ്പോർട്ട്സും നമുക്ക് അവിടെ കണ്ടെത്താൻ കഴിയും, അവിടെ വാങ്ങാൻ കഴിയും. അപ്പോൾ വലിയ തോതിൽ നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച്, അതായത് എക്സ്പോർട്ട് ട്രേഡ് വഴിയുള്ള വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് ഈ 2 മേഖലകളും, ലെതർ ഇൻഡസ്ട്രിയും. അതുപോലെ ലെതർ ഇൻഡസ്ട്രിയിൽ ധാരാളം തൊഴിലുകൾ, ടെക്സ്റ്റൈൽസിലും ധാരാളം തൊഴിലുകളും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ നികുതി ഇളവുകൾ, കസ്റ്റംസ് തീരുവ ഇളവുകൾ കൊടുക്കുന്നതോടെ ഈ വ്യവസായങ്ങൾ ഒന്നുകൂടി പഴയതുപോലെ പ്രതാപത്തിലേക്ക് വരും. അവ ഇപ്പോൾ രണ്ടും ഇപ്പോൾ കഷ്ടകാലത്തിലാണ്, വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവ രണ്ടും പുരോഗതിയിലേക്ക് വരാനുള്ള ഒരു കാരണമാകും. അത് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കും, കൂടുതൽ എക്സ്പോർട്ട്സ് സാധ്യമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു വിരോധവുമില്ല ഈ മേഖലയിൽ കൊടുത്ത ഇളവുകൾ. പക്ഷേ തൊട്ടയൽ സംസ്ഥാനമായ കേരളത്തെ നിർമ്മലാ സീതാരാമൻ കാണാതെ പോയി എന്നത് മാത്രമാണ് എനിക്കുള്ള ദുഃഖം. അപ്പോൾ ഇനി നമുക്ക് കേരളത്തിന് എന്ത് കിട്ടി, എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൻ്റെ ആവശ്യങ്ങളൊക്കെ അവഗണിച്ചു എന്നതിലേക്ക് പതുക്കെ ഒന്ന് പോകാം. അതായത് എയിംസ് ആയിരുന്നു നമ്മൾ ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ഡിമാൻഡ്. കഴിഞ്ഞ 10 വർഷമായി നമ്മൾ എയിംസിന് വേണ്ടി ചോദിച്ചുകൊണ്ട്, 10 വർഷത്തിലേറെയായി ഈ ഒരു കോൺസെപ്റ്റ് വന്നിട്ട്. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി ഇതിനു വേണ്ടി നിരന്തരം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതൊരവകാശമാണ്. എന്തുകൊണ്ട് അതൊരവകാശമാണ്? കാരണം ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ടാണല്ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ കേരളം 1ാം സ്ഥാനത്ത് എന്നും നിൽക്കുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, ആയുർദൈർഘ്യം, ഇതൊക്കെയാണ് ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ ആധാരശിലകൾ. അപ്പോൾ ആദ്യത്തെ ആധാരശിലയാണ് ആരോഗ്യം. ആ ആരോഗ്യം 1ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഈ പറയപ്പെട്ട ആധാരശിലകളൊക്കെ ഏകദേശം യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിലാണ് കേരളം നിൽക്കുന്നത് എന്നാണ് ഇതുവരെ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണ് ഇനി അത് തലതിരിയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെ, അതായത് ആരോഗ്യരംഗത്ത് കേരളത്തിൽ നിന്നുള്ള സംഭാവന വളരെ വലുതാണ് എന്നിരിക്കെ
നമുക്ക് അവകാശമുണ്ട് ഒരു എയിംസിന്. അപ്പോൾ ചോദിക്കും ആരോഗ്യ മേഖല വളരെ വലുതായിട്ടിരിക്കും, വളരെ വികസിച്ചിരിക്കുമ്പോൾ പിന്നെ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടൊരു എയിംസ്, അത് ഒന്നും ഇല്ലാത്തടത്തേക്കല്ലേ കൊടുക്കണ്ടേ എന്നുള്ളൊരു ചോദ്യം വരാം. അതായത് എനിക്ക് അതിനുള്ള ശക്തമായ ഒരു ഉത്തരമുണ്ട്, കൃത്യമായ ഒരു ഉത്തരമുണ്ട്. അതായത് ഇവിടുത്തെ ആരോഗ്യ മേഖല പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്, സർക്കാർ തലത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടല്ല വളർന്നിരിക്കുന്നത്, സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടാണ് വളർന്നിരിക്കുന്നത്. പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഹെൽത്ത് നോക്കുക. ഇപ്പോൾ 2017 ആരോഗ്യ നയം, മോദി സർക്കാർ കൊണ്ടുവന്ന ആരോഗ്യ നയം അനുസരിച്ച് ബജറ്റിൻ്റെ 8% ആരോഗ്യ മേഖലയിൽ സംസ്ഥാനം ചെലവഴിക്കണം എന്നാണ് നിയമം. ആ 2017 ദേശീയ ആരോഗ്യ നയം പറയുന്നത് GDPയുടെ 2% കേന്ദ്രം ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കണം. അതായത് ഇന്നലത്തെ ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ GDPയുടെ 2% ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകേണ്ടതാണ്, പക്ഷേ ആയിട്ടില്ല. അതുപോലെ തന്നെ സംസ്ഥാനങ്ങളാണെങ്കിൽ 8% GSDPയുടെ ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കണമെന്നാണ് ഈ 2017 ആരോഗ്യ നയം ഇൻസിസ്റ്റ് ചെയ്യുന്നത്. അത് അത്രയും അതുപോലെ ഇവിടുത്തെ കേരള ഗവൺമെൻറ്റും ചെയ്തിട്ടില്ല. 8%നെ പറ്റി അറിഞ്ഞ മട്ടുപോലുമില്ല നമ്മുടെ ബജറ്റ് എടുത്ത് നോക്കിയാൽ. അതാണ് അവസ്ഥ. എന്നിട്ടും എന്തുകൊണ്ട്, അതായത് ഇപ്പം നമ്മൾ ശരാശരി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ, ഹെൽത്ത് ഇതൊക്കെ എടുത്തു നോക്കിയാൽ കേരളം പിന്നിലാണ് ശരാശരിയിൽ നിന്ന്. പക്ഷേ എന്തുകൊണ്ട് പിന്നെ കേരളം ഇങ്ങനെ ആരോഗ്യത്തിലും ഹെൽത്തിലുമൊക്കെ മുന്നിൽ നിൽക്കുന്നു? വളരെ നല്ല സ്വകാര്യ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നു. അതുകൊണ്ടാണ് വളരെ ശക്തമായ ആരോഗ്യ മേഖലയ്ക്കുള്ള അടിത്തറ. ഓഫ് കോഴ്സ് ഇവിടെയുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ ഇപ്പോൾ എല്ലാം അനാഥമായതുപോലെ കിടക്കുകയാണ് ധനപ്രതിസന്ധി മൂലം. പക്ഷേ വളരെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യുകയും സംസ്ഥാനത്തിന് ഒരു നല്ല അടിത്തറ, ആരോഗ്യ അടിത്തറ കൊടുക്കാൻ പ്രാപ്തവുമാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകൾ. പക്ഷേ ഇങ്ങനെ സ്വകാര്യ ഗവൺമെൻറ് മിക്സിങ് കാരണം കേരളം നല്ലൊരു ആരോഗ്യ മാതൃക സൃഷ്ടിച്ചു കഴിഞ്ഞ കാലങ്ങളിൽ. പക്ഷേ ഇവിടെ സെൻട്രൽ പബ്ലിക് സെക്ടർ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ബിഗ് സീറോയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് അവകാശമുണ്ട്. ഇത്രയും നല്ലൊരു ആരോഗ്യ മേഖല കെട്ടിപ്പടുത്ത കേരളത്തിന് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ്, അത് എയിം, ആ രീതിയിൽ അവകാശമുണ്ട്. ഇനി ഞാൻ പറയുകയാണ്, ഇപ്പോൾ നമുക്ക് എയിംസ് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് എയിംസ് ആവശ്യമാണ് എന്ന് ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത്? അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ 44 പുഴകളും വിഷവാഹിനികളെ പോലെ ഇപ്പോൾ ഒഴുകുകയാണ്, മലീമസമായി കൊണ്ടിരിക്കുകയാണ്. ഖരമാലിന്യ പ്രശ്നം അത് അതീവ ഗൗരവമായിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ, അത് ഫുൾ ഫ്ലെഡ്ജ്ഡായിട്ട് വളർന്നു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ സാംക്രമിക രോഗങ്ങളും മറ്റങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് കേരളം നട്ടം തിരിയുകയാണ്. അപ്പോൾ ആ സ്ഥിതിക്ക് മാറ്റം വരുത്താൻ വളരെ ശക്തമായ ഒരു ഗവേഷണ അടിത്തറ കേരളത്തിൽ ഉണ്ടാകും ഇങ്ങനെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വന്നാൽ. അതുകൊണ്ടാണ് അത് നമുക്കിപ്പോൾ ആവശ്യമാണ് എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ എയിംസ് കേരളത്തിൻ്റെ അവകാശമാണ്, കേരളത്തിൻ്റെ ആവശ്യമാണ്. ഇത് നമ്മുടെ MP-മാരൊക്കെ അവിടെ ശക്തമായിട്ട് അവതരിപ്പിക്കണം. പക്ഷേ ഇപ്പോൾ മന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു കുറിപ്പ് ഞാൻ കണ്ടത് ഇങ്ങനെയാണ്. അതായത് എന്തുകൊണ്ട് നമുക്ക് എയിംസ് കിട്ടിയില്ല? 150 ഏക്കർ ഭൂമിയോ മറ്റോ ആണ് കേരളം കാണിച്ചിരിക്കുന്നത്. ഈ 150 ഏക്കർ പോരാ, തീർച്ചയായിട്ടും എയിംസ് പോലെ ഒരെണ്ണം വരണം എന്നുണ്ടെങ്കിൽ 200-250 ഏക്കറൊക്കെ വേണം. അപ്പോൾ കേരളത്തിൽ പലയിടത്തും സ്ഥലങ്ങൾ കണ്ടെത്താൻ പറഞ്ഞു. പക്ഷേ വെള്ളൂർ, കോട്ടയം ഡിസ്ട്രിക്റ്റിലെ വെള്ളൂരിൽ നിന്ന് സ്വകാര്യമായിട്ട് കിട്ടിയ അറിവാണ് 750 ഏക്കർ ഭൂമിയാണ് വെള്ളൂർ ന്യൂസ് പ്രിൻറ്റിൻ്റെത്, ഗവൺമെൻറ്റിൻ്റെതായ. അതായത് വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് നഷ്ടത്തിൽ ഓടാൻ തുടങ്ങിയപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അതായത് അത് പ്രൈവറ്റൈസ് ചെയ്യാൻ പോയി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. കാരണം അത് പല പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറിയാണ്. അതെല്ലാം അവിടെ വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്തവർ തന്നെ എന്നോട് പറഞ്ഞു, ന്യൂസ് പ്രിൻ്റ് ഫാക്ടറി ഇനി വർക്ക് ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല, അലകും പിടിയും മാറ്റണം. എന്ന് വെച്ചാൽ പുതിയ സാങ്കേതിക വിദ്യ വരണം, പുതിയ യന്ത്രസാമഗ്രികളൊക്കെ വരണം. അങ്ങനെ അത് നടത്തിക്കൊണ്ടു പോകാൻ ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് പറ്റില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് അത് പറ്റാതെ വന്ന് നഷ്ടത്തിലായപ്പോഴാണ് വിൽക്കാനിട്ടപ്പോൾ കേരളം പറഞ്ഞു നോ വിൽക്കരുത്, ഞങ്ങൾ വാങ്ങിക്കോളാം എന്നും പറഞ്ഞ് കേരളം വാങ്ങി. അപ്പോൾ ഇപ്പോൾ കേരളത്തിൻ്റെ കസ്റ്റഡിയില്ല, പക്ഷേ കേരളം അത് അടച്ചുപൂട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ അടച്ചുപൂട്ടിയിട്ടിരിക്കുന്നതിന് 750 ഏക്കർ ഭൂമി അവിടെ ഉണ്ടെന്നാണ് എന്നോട് അവിടുന്ന് എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് പറഞ്ഞത്, ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഭൂമി ഉണ്ടെങ്കിൽ അത് കോട്ടയത്ത് വരുന്നതുകൊണ്ട് എന്താണ് ഒരു അപകടമുള്ളത്? നമുക്കൊരു ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് അല്ലേ കിട്ടേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അല്ലേ കിട്ടേണ്ടത്. അത് കിനാലൂർ വന്നാലേ നടക്കുകയുള്ളൂ എന്നില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞ ബേസിക് ഗവേഷണം
ഈ പറയപ്പെട്ട നമ്മുടെ എല്ലാത്തര സാംക്രമിക രോഗങ്ങളുടെയും ഒക്കെ ഒരു ഈറ്റില്ലമായി തീരുന്ന കേരളത്തിന് അതിനെപ്പറ്റിയൊക്കെ ആഴത്തിൽ പഠിച്ച് വേണ്ട പ്രതിവിധി കാണാനായിട്ട് അത് കേരളത്തിൻ്റെ ഈ കൊച്ചു കേരളത്തിൻ്റെ എവിടെ ഇരുന്നാലും 38,000 ഹെക്ടറേ നമുക്ക് ഭൂവിസ്തൃതിയുള്ളൂ. ഈ 38,000 ഹെക്ടറിൻ്റെ എവിടെ ഇരുന്നാലും എന്ത് ബുദ്ധിമുട്ടാണുള്ളത്. ഇപ്പോൾ കോഴിക്കോട്ട് വന്നാൽ 6 മണിക്കൂർ കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്തെത്താം, അല്ലെങ്കിൽ ആർക്കും ആ മെഡിക്കൽ കോളേജിലെത്താം. കോട്ടയത്താണെങ്കിലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് ഏത് ഭാഗത്തു നിന്നും വരാനായിട്ട്. അപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇവിടെ രാഷ്ട്രീയക്കാരുടെ ഗൂഢലക്ഷ്യങ്ങളുണ്ട്. ഈ കിനാലൂരിൽ ഒരു മെഡിക്കൽ കോളേജ് വരുമെന്ന് അസർട്ടൈൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? ഇവിടുത്തെ ഭൂമാഫിയ, റിയൽ എസ്റ്റേറ്റ് മാഫിയ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക്, ചില പാർട്ടിക്കാർക്കൊക്കെ ഇഷ്ടമുള്ള വ്യക്തികളുമൊക്കെ അവിടെയൊക്കെ വന്ന് ഭൂമിയെല്ലാം വാങ്ങിച്ചു കൂട്ടും. വില കുറഞ്ഞ, അതായത് കിനാലൂർ ഒരു സ്വപ്നമായിട്ട് നിൽക്കെ തന്നെ ഭൂമിയെല്ലാം അവർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടും. വാങ്ങിക്കൂട്ടിക്കഴിഞ്ഞ് കിനാലൂർ ഒരു യാഥാർത്ഥ്യമാകുമ്പോൾ പൊന്നിൻ വിലയ്ക്ക് വിറ്റ് ലാഭം ഉണ്ടാക്കാൻ, അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ കിനാലൂരിൽ തന്നെ ആ സ്വപ്നങ്ങൾ കൊടുത്ത് അങ്ങനെ പണക്കാരായവർക്കാണും അവരുടെ സമ്മർദ്ദം കാണും കേരളത്തിൽ ഗവൺമെൻറ്റിൻ്റെ പേരിൽ. അതൊക്കെ പോയി തൊലയട്ടെ എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ കിനാലൂരിനേക്കാളും കൂടുതൽ സ്ഥലവും കേന്ദ്ര ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത്ര സ്ഥലവും ഒക്കെ ഈ പറയപ്പെട്ട മറ്റേതെങ്കിലും സ്ഥലത്ത്, ഇപ്പോൾ വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഓഫ് കേരള പണം കൊടുത്ത് വാങ്ങിച്ചതാണ്. അതങ്ങനെ വെറുതെ അനാഥമായി കിടക്കുകയാണ്. അത് മറ്റുള്ളവർ കയ്യേറി കൊണ്ടുപോകുന്നതിന് മുൻപ് അവിടെ നമ്മുടെ എയിംസ് വരട്ടെ എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എയിംസ് വരും. അതിന് ഗവൺമെൻറ് മുൻകൈ എടുക്കും എന്നുള്ള കാര്യം നമ്മുടെ മന്ത്രി സുരേഷ് ഗോപിയോട് തന്നെ ഈ വീഡിയോ കേൾക്കുന്നവർ ഒന്ന് പറയുക. അല്ലെങ്കിൽ വെള്ളൂർ ന്യൂസ് പ്രിൻ്റിലുള്ളവർ, പണ്ട് വർക്ക് ചെയ്തവരോ അതിൻ്റെ സ്ഥിതിഗതികൾ അറിയാവുന്നവരോ അദ്ദേഹവുമായിട്ട് കോട്ടയത്തുകാരനാണെന്ന് തോന്നുന്നു നമ്മുടെ കുര്യൻ ജോർജ് മന്ത്രി. അദ്ദേഹത്തിന് ഇത് വളരെ ഈസി ആയിട്ട് കണ്ടെത്തുകയും അവർ രണ്ടും കൂടി ചേർന്ന്, അതായത് കേരളത്തിൽ ഒരുമയില്ലെന്നുള്ളതാണ് എല്ലാ പ്രസ്ഥാനങ്ങളുടെയും പ്രശ്നം. അപ്പോൾ 2 മന്ത്രിമാരും കൂടെ ഒറ്റക്കാലിൽ നിന്ന് കേന്ദ്രത്തിൽ ശ്രമിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട്, ബജറ്റിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും അവർക്ക് വളരെ ഈസി ആയിട്ട് എയിംസ് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഴിയും. അതിന് ഇവിടുത്തെ ജനങ്ങൾ അവരെ പ്രേരിപ്പിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ എയിംസ് നമുക്ക് പാളിപ്പോയ ഒരു സ്വപ്നമായിട്ട് ഇപ്പം നിൽക്കുകയാണ്. പക്ഷേ അത് നമ്മുടെ ഈ മന്ത്രിമാരൊക്കെ കൊണ്ടുവരും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് വേണ്ടി ഫാം സെക്ടർ നമുക്ക് വളരെ അത്യാവശ്യമായിട്ട് ഫാം സെക്ടർ ഇമ്പ്രൂവ്മെൻറ്റ്സ് വേണം. ഉദാഹരണത്തിന് വന്യമൃഗ മനുഷ്യ സംഘർഷം വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രൂക്ഷമായിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാക്കേജായിട്ട് തന്നെ അതിന് സംരക്ഷണം കിട്ടത്തക്ക രീതിയിൽ, അതായത് കോൺക്രീറ്റ് ചെയ്ത ട്രഞ്ചസ് വരിക, അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയിൽ മാറ്റം വരുത്തുക, യൂക്കാലിപ്പിറ്റ്സ്, മഞ്ഞക്കൊന്ന ഇങ്ങനെയുള്ളതിനെയൊക്കെ മുറിച്ചു മാറ്റുക, തേക്ക് പ്ലാന്റേഷൻസ് ഗവൺമെൻറ് അതിൽ നിന്ന് പിന്മാറുക, മേലിൽ അത് ചെയ്യാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് നടപടികൾ എടുക്കാനുണ്ട്. അപ്പം അതിനൊക്കെ എന്താണ് ചെയ്യാൻ പറ്റുക? നിർമ്മല സീതാരാമന് തൊഴിലുറപ്പ് പദ്ധതിക്കാരെ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ആ മേഖലയിലൊക്കെ ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ അതുപോലും, അതായത് തൊഴിലുറപ്പ് പദ്ധതി ഓൾറെഡി എക്സിസ്റ്റിംഗാണ്, പ്രത്യേകിച്ച് 86,000 കോടിയാണെങ്കിലും കൊടുത്തിരിക്കുന്നു. അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞ് അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് പോലും ചെയ്തിട്ടില്ല. അതുപോലെ അങ്ങനെ കർഷകർക്ക് വേണ്ടി ഒരു കർഷക നിധി, കർഷകർ വളരെ കാലമായി ദീർഘകാല സമരം ചെയ്തതിന് ശേഷം തന്നെ ഒരു കർഷക നിധി, ഒരു ഫണ്ട് രൂപീകരിക്കുന്നതിനെ പറ്റി അവർ അവകാശം ഉന്നയിച്ചിരുന്നു. അത് ചിന്തിക്കാമെന്നും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് സമ്മതിച്ചിരുന്നതുമാണ്. പക്ഷേ അങ്ങനെ ഒന്നിനെ പറ്റിയും ഒരു ചിന്തയില്ല. ആകപ്പാടെ കാർഷിക മേഖലയിൽ 141 പുതിയ വിളകൾ കൊണ്ടുവരുന്ന കാര്യം, ഡ്രോൺസ് ഉപയോഗിക്കുന്ന കാര്യം, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെയൊക്കെ വിലയിൽ ശകലം മാറ്റം വന്നിരിക്കുന്ന കാര്യം, ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഷ്രിംപ് പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട്, അത് കേരളത്തിന് സഹായകമാകുമെന്നാണ് നിർമ്മല സീതാരാമനോട് ഒരു ചോദ്യം പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ആ ഒറ്റ ഉൽപ്പന്നത്തിൽ കേരളത്തെ തളച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അത് എത്ര പേരാണ് ഷ്രിംപ് ഉൽപ്പാദനം നടത്തുന്നത് കേരളത്തിൽ? വളരെ ചുരുക്കം ആൾക്കാർ മാത്രമാണ്. പക്ഷേ ആ സമയത്ത് ഈ ഷ്രിമ്പിൻ്റെ ഉൽപ്പാദനവും വിപണനവും വർദ്ധിപ്പിക്കാൻ നോക്കുന്ന നേരത്ത് നമ്മുടെ വിഴിഞ്ഞം പ്രോജക്റ്റിന് വേണ്ടിയുള്ള 5,000 കോടി ആ പണം കൊടുക്കാമെന്ന് വെച്ചിരുന്നെങ്കിൽ
കേരളം ഇതിനേക്കാളും ഷ്രിംപ് പ്രൊഡക്ഷൻ വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ഷ്രിംപ് പ്രൊഡക്ഷൻ അത് ഹൈലി എക്സ്പോർട്ടബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അതുകൊണ്ട് അത് പ്രോഗ്രസ് ചെയ്ത് വരട്ടെ. അത് ജീവനോപാധി കൊടുക്കുന്ന ഒരുപാട് ഫിഷർ ഫോക്ക് കാണും. അല്ലാത്ത അതായത് എന്താണ് പറയുക, ശുദ്ധജല ചെമ്മീൻ കൃഷി നടത്തുന്നവരും അത് തീർച്ചയായിട്ടും നല്ലതാണ്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ വിഴിഞ്ഞം പ്രോജക്റ്റിന് 5000 കോടി ചോദിച്ചതിനെപ്പറ്റി ഒരു മെൻഷനുമില്ല. അതായത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ പോർട്ടാണ് എന്ന് ആ പേരിൽ വിസിൽ എന്ന പേരിൽ വരുന്നുണ്ട്. പക്ഷേ ആ വിസിൽ എന്ന പേരിൽ അത് വന്നതുകൊണ്ട് മാത്രം കാര്യമായില്ല. ഗവൺമെൻറ് ഓഫ് കേരള പെനിലെസ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ ഇത് ഒന്നാം ഘട്ടം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നു. ഒന്നാം ഘട്ടം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടും ആ വിഴിഞ്ഞം ഏരിയയെ ഒരു ബിസിനസ് ഹബ്ബാക്കി മാറ്റാനുള്ള ഒരു പ്രവൃത്തിയും നടന്നിട്ടില്ല. ഒരു മാസ്റ്റർ പ്ലാനും തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നറിയോ? ഈ കഴുകൻ നോക്കി നിൽക്കുന്നത് പോലെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ ഇവിടെ വരുന്ന ഈ കണ്ടെയ്നേഴ്സിൻ്റെ ടെർമിനേഷൻ പോയിൻ്റായിട്ട് ഒക്കെ അത് മാറ്റാൻ, അവനവൻ്റെ സംസ്ഥാനത്ത് സ്ഥലവും സൗകര്യങ്ങളും കണ്ടെത്തി മാറ്റാൻ വ്യഗ്രത പൂണ്ട് നടക്കുന്ന വ്യവസായികളുണ്ട് തൊട്ടയൽ സംസ്ഥാനങ്ങളിൽ. അപ്പോൾ എന്ത് സംഭവിക്കും? അതായത് ശരിക്ക് വിഴിഞ്ഞം പോർട്ട് ഒരു ഇൻ്റർനാഷണൽ ഒരു മദർഷിപ്പുകളുടെ പോർട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ലിങ്കേജസ് സൃഷ്ടിക്കാവുന്നതാണ്. എന്താണ് ഈ ബാക്ക്വേഡ് ലിങ്കേജസ് എന്ന് പറഞ്ഞാൽ? വിഴിഞ്ഞം പോർട്ട് വരുന്നത് കൊണ്ട് ആ പോർട്ടിനോട് അനുബന്ധമായിട്ട് വളരാവുന്ന വ്യവസായം, വാണിജ്യം എന്നിവയ്ക്ക് വേണ്ടിയുള്ള ടെക്നോളജി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ ഉള്ള സാങ്കേതിക വിദ്യാഭ്യാസ മേഖലയിലുള്ള മാറ്റം, അതുപോലെയൊക്കെയുള്ള മാറ്റത്തിനെയാണ് നമ്മൾ ബാക്ക്വേഡ് ലിങ്കേജ്, പുറകോട്ടുള്ള ലിങ്കേജ് എന്ന് പറയുന്നത്. അതുപോലെ മുമ്പോട്ടുള്ള ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഈ മദർഷിപ്പുകൾ വന്നെടുക്കാൻ തുടങ്ങി കണ്ടെയ്നേഴ്സ് നാനാഭാഗത്തേക്കും പോകുന്നു. അങ്ങനെ ഒരുപാട് ഇൻ്റർനാഷണൽ ഷിപ്പുകൾ വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനോടനുബന്ധിച്ചുണ്ടാകാൻ സാധ്യതയുള്ള വികസനം, അതായത് ഈ ഉൽപ്പന്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വിപണനവുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ അന്താരാഷ്ട്ര തലത്തിൽ വരാനുള്ള ഒരുപാട് മാറ്റം ഇന്ത്യക്കകത്തും അന്താരാഷ്ട്ര രംഗത്തും. അപ്പോൾ അങ്ങനെ ഈ ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ് ലിങ്കേജസ് ധാരാളമുള്ള ഒരു പോർട്ടാണ് വിഴിഞ്ഞം പോർട്ട്. കാരണം നമുക്കറിയാം 20 അടി ആഴം, പ്രകൃതിദത്തമായി കിട്ടിയ ആഴമുണ്ട്. ഇന്ത്യയിലും ഏഷ്യയിലുമുള്ള ഒട്ടുമിക്ക പോർട്ടുകളും 15 അടി ആഴം മാത്രമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൈലേജ്, ഒരു എക്സ്ട്രാ മൈലേജ് തീർച്ചയായിട്ടും വിഴിഞ്ഞത്തിന് കിട്ടും. പക്ഷേ അതിന് ചോദിച്ച 5000 കോടിയുടെ കാര്യത്തിലും കൈമലർത്തുകയാണ് ബഹുമാനപ്പെട്ട മന്ത്രിമാരെ. ഇവിടെ നിന്നുള്ള 2 മന്ത്രിമാർ ഒപ്പം നിന്ന് ഇതൊക്കെ വാങ്ങിച്ചെടുത്ത് ഈ സംസ്ഥാനത്തെ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ നമ്മൾ കടക്കണിയിലേക്ക് പോകും. അത്ര വലിയ ധനപ്രതിസന്ധിയിലാണ് നിൽക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഈ വിഴിഞ്ഞം റിംഗ് റോഡ്, വിഴിഞ്ഞം വികസനം ഒന്നാം ഘട്ടം പൂർത്തിയായിട്ടും റിംഗ് റോഡിൻ്റെ പണി പോലും തുടങ്ങിയിട്ടില്ല. റിംഗ് റോഡിൻ്റെ ഒരു പ്ലാൻ പോലും തയ്യാറായിട്ടില്ല. ആ റിംഗ് റോഡിൻ്റെയൊക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയാണ് ഈ 5000 കോടി ചോദിക്കുന്നത്. അത് റിംഗ് റോഡായിട്ട് വേണോ, തുരങ്കപാതയായിട്ട് വേണോ, ഇതൊക്കെ ഇപ്പോഴും ഇഷ്യൂസായിട്ട് നിൽക്കുകയാണ്, ഫൈനലൈസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്തരം കോൺസെൻസസിലൊക്കെ എത്താനായിട്ട് ഈ മന്ത്രിമാർ, കേന്ദ്രത്തിലേക്കുള്ള 2 മന്ത്രിമാരും ഇവിടുത്തെ MP-മാരും MLA-മാരും ഇവിടുത്തെ മന്ത്രിമാരും എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക, ഇവയൊക്കെ കേരളത്തിൻ്റെ പ്രയോജനത്തിനായി എങ്ങനെ നേടിയെടുക്കാനാകും എന്നൊക്കെ ചിന്തിക്കണം. അത് വർക്കൗട്ട് ചെയ്യണം. വെറുതെ ചിന്തിച്ച് വഴക്കുകൂടി പോയാൽ പോരാ. അത് എങ്ങനെ വർക്കൗട്ട് ചെയ്യണം, നേടിയെടുക്കണം, ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളിലും കൂടി തീരുമാനമെത്തുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അവസാനത്തെ ലിങ്ക് വരെയും പൂർത്തിയാക്കാനായിട്ട് ഒന്നിച്ച് നിന്ന് ശ്രമിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ ഉള്ള തീരുമാനം തീർച്ചയായിട്ടും നമ്മൾ പുനഃപരിശോധിക്കണം. അതായത് ഇവർ ഒന്നിച്ച് നിന്ന് ഇത് നേടിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പോൾ ഞാൻ ഈ എയിംസിനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമുക്ക് നമ്മുടെ അവകാശമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. നമ്മുടെ അവകാശമാണെന്ന് ഞാൻ പറയാൻ ഒരു കാരണം കൂടിയുണ്ട്, അത് ഞാൻ വിട്ടുപോയിരുന്നു. ഒന്ന്, നമ്മൾ സാംക്രമിക രോഗങ്ങളുടെ ഈറ്റില്ലമാകുന്നു, അതുകൊണ്ട് നമുക്ക് വേണം. പിന്നെ രണ്ടാമതൊരു കാരണമുണ്ട്. 2003 അതും അന്നും BJP ഭരിക്കുന്നതെന്ന് ഓർക്കണം. BJP ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു നയമുണ്ട്. അതായത് പ്രധാനമന്ത്രി സ്വാസ്ഥ്യ സുരക്ഷാ യോജന പദ്ധതി ഉറപ്പു നൽകുന്നത് ആരോഗ്യ രംഗത്തെ വളർച്ച ഇക്വിറ്റബിളായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരുപോലെ കിട്ടത്തക്ക രീതിയിൽ സെൻട്രൽ പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെൻറ്റ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യരംഗത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇക്വിറ്റബിളായിട്ട് കിട്ടണം. അതുപോലെ തന്നെ രണ്ടാമതൊരു കണ്ടീഷൻ പറയുന്നത് ക്വാളിറ്റി മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഓരോ സംസ്ഥാനത്തും ക്വാളിറ്റി മെഡിക്കൽ എഡ്യൂക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ അതിന്
പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അനിവാര്യമാണ്. അപ്പോൾ അങ്ങനെ, അതായത് സംസ്ഥാന ഗവൺമെൻറ്റിന് പരിമിതിയുള്ള മേഖലകളിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും കൂടി സഹായം ഉറപ്പാക്കുക. ഈ 2 പ്രധാന ലക്ഷ്യങ്ങളോട് കൂടിയാണ് ഒന്നാമത് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത്, രണ്ടാമത് ക്വാളിറ്റി, അതായത് പബ്ലിക് ഹെൽത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യുക. ഈ 2 ലക്ഷ്യങ്ങളും ഈ 2003 BJP ഗവൺമെൻറ് തന്നെ കൊണ്ടുവന്ന നിയമം അനുസരിച്ച് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിയമങ്ങൾ അനുസരിച്ച് പോലും കൊണ്ടുകൂടി നമുക്ക് ഈ എയിംസ് അവകാശപ്പെട്ടതാണ്. അത് ഓർത്തുകൊണ്ട് വേണം ഇതിനു വേണ്ടിയുള്ള ശ്രമം നടത്താനായിട്ട്. അപ്പം അങ്ങനെ ഇനിയും നമുക്ക് നമ്മുടെ ആവശ്യങ്ങളുണ്ട്. അതായത് ഉദാഹരണത്തിന് 60+ പോപ്പുലേഷൻ, നമ്മുടെ 60 കഴിഞ്ഞ പോപ്പുലേഷൻ കേരളത്തിൽ, ഇന്ത്യയിൽ 60 കഴിഞ്ഞ പോപ്പുലേഷൻ നമ്മൾക്കറിയാം. ഇന്ത്യ 144 കോടി 17 ലക്ഷം ജനങ്ങളുള്ള ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യ രാജ്യമാണ്. അതിൽ തന്നെ കേരളം പോപ്പുലേഷൻ പോളിസി നന്നായി കൊണ്ടുവന്ന ഒരു സംസ്ഥാനമാണ്. അങ്ങനെ ജനസംഖ്യ കുറഞ്ഞു, അതായത് റീപ്ലേസ്മെൻറ്റ് റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷനിലേക്ക് നമ്മൾ എത്തി. അതിൽ നിന്നും താഴേക്ക് പോയി റേറ്റ് ഓഫ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? ഈ 144 കോടി 17 ലക്ഷം ജനങ്ങളിൽ 7% 60+ പോപ്പുലേഷൻ. അതായത് ഓൾ ഇന്ത്യ തലത്തിൽ ശരാശരി 60 വയസ്സിൽ കൂടുതലുള്ള പോപ്പുലേഷൻ 7% മാത്രമാണ്. പക്ഷേ പോപ്പുലേഷൻ പോളിസിയൊക്കെ ഭംഗിയായി നടപ്പാക്കി ബർത്ത് റേറ്റ് കുറച്ചു കൊണ്ടുവന്ന കേരളത്തിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? 17% മുകളിലാണ് ഈ പറയപ്പെട്ട 60+ പോപ്പുലേഷൻ. 60-ന് മുകളിൽ പ്രായമുള്ളവർ 17% അധികമാണ്. അതുപോലെ മറ്റൊന്ന്, ഓൾഡ് ഡിപ്പെൻഡൻസി റേഷ്യോ. എന്താണ് ഈ ഓൾഡ് ഡിപ്പെൻഡൻസി റേഷ്യോ എന്ന് പറയുന്നത്? 20-59 പ്രായം, 20-59 പ്രായത്തിലുള്ള പോപ്പുലേഷൻ ഒരു വശത്ത്, മറുവശത്ത് 60-ന് മുകളിലുള്ള പോപ്പുലേഷൻ. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ, അതാണ് ഡിപ്പെൻഡൻസി റേഷ്യോ. അതായത് 60 കഴിഞ്ഞവർ ഡിപ്പെൻഡൻറ്റ് പോപ്പുലേഷനാണ്, ആശ്രിത പോപ്പുലേഷനാണ് എന്ന ഒരു നിഗമനത്തോടെ ലോകത്ത് മുഴുവനും ഈ 60+ പോപ്പുലേഷനാണ് കെയർ ഇക്കോണമി ഒക്കെ നോക്കുന്നത്. അപ്പോൾ അവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് അവരെ ഡിപ്പെൻഡൻറ്റ് ആശ്രിതർ എന്ന രീതിയിൽ കാണുന്നത്. കൊച്ചു പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ ആശ്രിതരായിരിക്കുന്നത് പോലെ 60 കഴിഞ്ഞവരും ആശ്രിതർ എന്ന രീതിയിൽ. അപ്പം ഈ ഓൾഡ് ഡിപ്പെൻഡൻസി റേഷ്യോ കേരളത്തിലെ 23.8 അതേ സമയത്ത് അത് ഓൾ ഇന്ത്യ തലത്തിൽ 16% മാത്രമാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും കേരളത്തിന് വേണ്ടി ഇവിടുത്തെ MPമാരും എല്ലാവരും ശക്തമായിട്ട് ചോദിച്ചു വാങ്ങേണ്ട ഒന്നാണ് ഈ ജെറിയാട്രി കെയറിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ. വലിയ അളവിൽ ജെറിയാട്രി കെയറിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ കേരളത്തിൽ നടപ്പാക്കിയേ പറ്റൂ. 14 ജില്ലകളിലും അത് നടപ്പാക്കണം. അപ്പോൾ എനിക്കറിഞ്ഞുകൂടെ ഗവൺമെൻറ് അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ പല MPമാരുമായിട്ടും ഡിസ്കസ് ചെയ്യുകയും അതിനുവേണ്ടി ശ്രമം നടത്തണമെന്ന് പറയുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞാനും ഒരു പ്രജയാണല്ലോ ഇന്ത്യയിലെ. നിർമ്മല സീതാരാമന് കുറേ പ്രപ്പോസൽസ് കിട്ടേണ്ടതായിട്ടുള്ള പ്രപ്പോസൽസ് കേരളത്തിന് മാത്രമുള്ളതല്ല ഓൾ ഇന്ത്യ തലത്തിലും ആവശ്യമുള്ള പല പ്രപ്പോസൽസും കൊടുത്തിരുന്നു. പക്ഷേ അത് നടപ്പാക്കിയിട്ടില്ല. അതായത് ഈ പറയപ്പെട്ട ഓൾഡ് ഡിപ്പെൻഡൻസി റേഷ്യോയ്ക്ക് വേണ്ടി കേരളത്തിന് ഒരു പ്രത്യേക പാക്കേജ് അതെങ്കിലും നിർമ്മല സീതാരാമന് തരാമായിരുന്നു. കാരണം അതൊക്കെ കേരളം ജെന്യുവിനായിട്ട് അർഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ കാര്യത്തിൽ പോലും യാതൊരു തരത്തിലുള്ള ഒരു വേർഡിങ് പോലും വന്നിട്ടില്ല എന്നുള്ളത് ശരിക്കും ദുഃഖകരമായ കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ കാര്യത്തിലും ഞാനൊരു റെക്കമെൻഡേഷൻ കൊടുത്തിരുന്നു. അതായത് ബജറ്റിൻ്റെ പ്രപ്പോസൽസ് ഇന്ന ദിവസത്തിന് മുൻപ് തന്നിരിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പരസ്യം ചെയ്തിരുന്നു ധനമന്ത്രിയുടെ ഓഫീസിലും തന്നെ. അതനുസരിച്ചാണ് ഞാൻ കുറേ പ്രപ്പോസൽസ് തയ്യാറാക്കി അപ്ലോഡ് ചെയ്തത്. അപ്പോൾ എനിക്ക് അതിനകത്ത് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മിനിമം സപ്പോർട്ട് പ്രൈസ് ഇന്ത്യ സഖ്യം തന്നെ ആവശ്യപ്പെടുന്ന ഒന്നാണ്. അതിനെ ലീഗലൈസ് ചെയ്യണമെന്ന്. ലീഗലൈസ് ചെയ്യുക മാത്രമല്ല, അതിൻ്റെ കൂടെ ഇപ്പോൾ 23 ക്രോപ്പ് +1, അതായത് തേങ്ങ, അത് നാളികേരം, കൊപ്ര, ഇങ്ങനെ 2 ഉൽപ്പന്നങ്ങൾ ഒറ്റ ഉൽപ്പന്നത്തെ മാറ്റി. അതായത് നാളികേരമായിട്ട് അത് അഗ്രികൾച്ചറൽ ക്രോപ്പായിട്ട്, കൊപ്രയാണെങ്കിൽ അത് കമേർഷ്യൽ ക്രോപ്പായിട്ട് 3 കമേർഷ്യൽ ക്രോപ്സാണ് ഈ ഇതിനകത്തെ 24 എണ്ണത്തിലുള്ളത്. നമ്മുടെ കൊപ്ര, പിന്നെ അതുപോലെ ജൂട്ട്, അതുപോലെ കോട്ടൺ, ഈ 3 എണ്ണമാണ് കമേർഷ്യൽ ക്രോപ്സ്. ബാക്കിയെല്ലാം മറ്റ് തരത്തിലുള്ള ഫുഡ് ക്രോപ്സാണ്, മറ്റ് തരത്തിലുള്ള കാർഷിക വിളകളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ ആകുമ്പോൾ കേരളത്തിൽ നിന്ന് ആകെപ്പാടെ ഈ പറയപ്പെട്ട 2 എണ്ണം, അതായത് നെല്ലും കോക്കനട്ടും, ഇത് 2 മാത്രമാണ് നമുക്ക് കേരളത്തിൽ നിന്ന് സംവരണ പട്ടികയിലേക്ക് വരുന്നത്. ശരിക്കും സ്വാമിനാഥൻ എന്താ പറഞ്ഞിരിക്കുന്നത്?
കർഷകർക്ക് സഹായം കിട്ടാനായിട്ട് ഏത് കാർഷിക ഉൽപ്പന്നമാണെങ്കിലും അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ 1.5 ഇരട്ടി ഉയരത്തക്ക രീതിയിൽ വേണം മിനിമം സപ്പോർട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാമെന്ന്. അപ്പോൾ അദ്ദേഹം ഈ 22 എണ്ണോ 23 എണ്ണോ 24 എണ്ണോ ഒന്നും എടുത്തു പറഞ്ഞിട്ടില്ല. എല്ലാ ക്രോപ്പുകൾക്കും അത് അവകാശപ്പെട്ടതാണ്. അങ്ങനെ ആവുമ്പോഴല്ലേ എല്ലാത്തരം ക്രോപ്പും കൃഷി ചെയ്യുന്നതിൽ കർഷകർക്ക് താല്പര്യം ഉണ്ടാകും. അപ്പോൾ കേരളം പോലെയുള്ള ഒരു ഡൈവേഴ്സിഫൈഡ് ക്രോപ്പിംഗ് പാറ്റേണുള്ള സംസ്ഥാനത്തേക്ക് ഈ 24 ക്രോപ്സ് എന്ന് പറയുന്നത് വലിയ ധർമ്മസങ്കടത്തിലാക്കും. കാരണം നെല്ലോ അല്ലെങ്കിൽ തെങ്ങോ അല്ല കൃഷി ചെയ്യുന്നത് എങ്കിൽ മറ്റ് ക്രോപ്സിനൊന്നും ഈ സപ്പോർട്ട് പരിരക്ഷ കിട്ടുന്നില്ല. അതുകൊണ്ട് കൂടുതൽ ക്രോപ്സിനെ ഈ പരിരക്ഷ കിട്ടുന്ന MSP ലിസ്റ്റിലേക്ക് കൊണ്ടുവരണം, 24ൻ്റെ സ്ഥാനത്ത് കൂടുതൽ ക്രോപ്സിനെ കൊണ്ടുവരണം എന്നും കൂടി ഞാൻ എഴുതി അയച്ചിരുന്നു. പക്ഷേ അതൊന്നും നടന്നിട്ടില്ല. അതുപോലെ തന്നെ കാലാകാലങ്ങൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു റിക്വസ്റ്റും കൂടെ വെച്ചിട്ടുണ്ട്. MSP വർദ്ധിപ്പിക്കണം. എപ്പോഴൊക്കെ വിലക്കയറ്റം, അതായത് വിലക്കയറ്റം വെച്ചാൽ കോസ്റ്റ് ഓഫ് ലിവിങ്, തേങ്ങയുടെ വിലക്കയറ്റമല്ല ഉദ്ദേശിക്കുന്നത്, എപ്പോഴൊക്കെ റീറ്റെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നു. കാരണം കാർഷിക ഇൻപുട്സിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ വില വർദ്ധിക്കുക റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോഴാണ്. അങ്ങനെ റീറ്റെയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അതിന് ആനുപാതികം, അതായത് നമ്മൾ കോസ്റ്റ് ഓഫ് ലിവിങ് വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് DA കൊടുക്കുന്നത് സർക്കാർ എംപ്ലോയീസിന്. അതുപോലെ ആ DA കൊടുക്കുന്നത് പോലെ തന്നെ MSBയിൽ, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നു റോ മെറ്റീരിയൽസിൻ്റെ വില കൂടുമ്പോൾ, അതിനനുസരിച്ച് MSBയിൽ വർധനവും നൽകണം എന്നുകൂടി ഞാൻ എഴുതി അറിയിച്ചിരുന്നു നിർമ്മല മാരത്ത്. പക്ഷേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല എന്ന കാര്യം ഭയങ്കര സങ്കടത്തോടെ തന്നെയാണ് ഇപ്പോൾ ഇവിടെ സ്മരിക്കുന്നത്. അപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ട, അതായത് ഇനിയും നമ്മൾ കേരളത്തിൽ നിന്ന് വേറെയും റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ശബരിപാത നടപ്പിലാക്കേണ്ടതാണ്. അതിനുവേണ്ടി തീർച്ചയായിട്ടും ഗവൺമെൻറ് മൂന്നാമത്തെ ഒരു റെയിൽ പാത, ഇത് രണ്ടും വളരെ ജെന്യുവനായിട്ടുള്ള ആവശ്യമാണ്. കാരണം നമ്മൾ, അതായത് കേരളത്തിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ധാരാളം പേർ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിന് ഈ ഇന്ത്യൻ റെയിൽവേക്ക് വലിയ വരുമാനം നൽകുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ വടക്കൻ കേരളത്തിലാണെങ്കിൽ വലിയ പ്രശ്നങ്ങളാണ് ട്രെയിൻ യാത്രക്കാർ അനുഭവിക്കുന്നത്. അതുമാത്രവുമല്ല, നമുക്കറിയാം അടിക്കടി കേരളത്തിന് മൂന്നാം പാത തന്നിട്ടില്ല എന്നുള്ളത് മാത്രവുമല്ല, അടിക്കടി 2.5 ലക്ഷം കോടിയാണ് ഇതിനുവേണ്ടി റെയിൽവേ സെക്ടറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. പക്ഷേ അതൊക്കെ വളരെ അപര്യാപ്തമാണ്. കാരണം വിവേക് ദബ്രോയ് കമ്മിറ്റി റിപ്പോർട്ടിനെ ആശ്രയിച്ചാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇപ്പോൾ റെയിൽ ബജറ്റ് തയ്യാറാക്കുന്നതും റെയിൽവേയുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എല്ലാം. എത്ര കൊടുക്കണം, എവിടെ എന്ത് വേണം എന്നൊക്കെ തീരുമാനിക്കുന്നത്. ആ ബജറ്റാണെങ്കിൽ, അതായത് ആ കമ്മീഷൻ റിപ്പോർട്ട്, വിവേക് ദബ്രോയ് കമ്മീഷൻ റിപ്പോർട്ടാണെങ്കിൽ അപ്പോൾ തന്നെ എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിയേണ്ട തരത്തിലുള്ള ഒരു റിപ്പോർട്ടായിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വെബ്സൈറ്റിൽ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ മനസ്സിലാകും ഞാൻ ഈ പറഞ്ഞത് വളരെ കൃത്യമാണെന്ന്. കാരണം റെയിൽവേയുടെ അലകും പിടിയും സ്വകാര്യവൽക്കരിക്കുക ഘട്ടം ഘട്ടമായി. അതാണ് ആ കമ്മീഷൻ റിപ്പോർട്ടിൽ, വിവേക് ദബ്രോയ് കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നത്. BJP ഗവൺമെൻറ് വന്ന 2014 അപ്പോയിൻ്റ് ചെയ്ത കമ്മീഷനാണ്. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. അതായത് റെയിൽവേ ബജറ്റ് നിർത്തലാക്കുക. നിങ്ങൾക്കറിയാമല്ലോ, റെയിൽവേ ബജറ്റ് നിർത്തലാക്കി, പണ്ടുണ്ടായിരുന്നു, ഇപ്പോൾ അത് നിർത്തലാക്കി. 2, റെയിൽവേ മന്ത്രാലയത്തെ ട്രാൻസ്പോർട്ട് മന്ത്രാലയത്തിൻ്റെ ഭാഗമാക്കുക. അത് ഇതുവരെ ചെയ്തിട്ടില്ല, എന്ന് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ റെയിൽവേയിലെ ക്യാൻറ്റീൻ അത് സ്വകാര്യവൽക്കരിക്കുക. അത് സ്വകാര്യവൽക്കരിച്ചു. അതുകൊണ്ടിപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് ആഹാരം മേടിച്ച് കഴിക്കാൻ പറ്റില്ല. മറ്റേ ട്രെയിനിൻ്റെ തന്നെ പാൻട്രി കാറിൽ ഉണ്ടാക്കുന്ന ഒന്നാന്തരം ഫുഡായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്, അതും മിതമായ വിലയ്ക്ക്. ഇപ്പോൾ അമിത വില കൊടുക്കണം താനും. പുറത്തുനിന്ന് വാങ്ങുന്ന എന്ത് വിഷവും ആ ഭക്ഷണം ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ആ അവസ്ഥയിലേക്ക് മാറി. കുപ്പിവെള്ളം, അതായത് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് പിടിക്കുന്ന കുപ്പിവെള്ളത്തിന് പോലും പൈസ ഈടാക്കണം. ഇങ്ങനെ പോകുന്നു. അതിൻ്റെ പരിണിത ഫലമായിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ? 4 ലക്ഷത്തോളം വേക്കൻസീസാണ് റെയിൽവേ വകുപ്പിൽ കിടക്കുന്നത്. തൊഴിലില്ല, ജോബ് ക്രിയേഷൻ എന്ന് പറഞ്ഞ് ഓടിപ്പായുന്ന നിർമ്മലാ സീതാരാമൻ ഇതെന്തുകൊണ്ട് കാണാതെ പോകുന്നു? റെയിൽവേ മന്ത്രി ഇതെന്തുകൊണ്ട് കാണാതെ പോകുന്നു? ഈ വേക്കൻസികൾ ഫില്ല് ചെയ്താൽ തന്നെ നമുക്ക് 5 ലക്ഷം തൊഴിലായില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുക, ലോക്കോ പൈലറ്റ് എപ്പോഴും അടിക്കടി കഴിഞ്ഞ വർഷം വന്ന ട്രെയിൻ ആക്സിഡൻറ്റ് 1200ഓളം പേര് മരിച്ചത്, ഒരുപാട് പേര് അംഗവൈകല്യത്തിൽപ്പെട്ടത്. ഇത് ഈ വർഷം തന്നെ എത്ര ലോക്കോ പൈലറ്റ് ഇല്ലാതെ ഓടിയ ട്രെയിൻ, ഇതൊക്കെ നമ്മൾ കണ്ടു. അടിക്കടി ട്രെയിൻ അപകടങ്ങൾ വരികയാണ്, മരണങ്ങൾ സംഭവിക്കുകയാണ്. ഇതിൻ്റെ ഒക്കെ കാരണം എന്താണെന്നൊന്ന് അറിയണം. 16,000 17,000ഓളം ലോക്കോ പൈലറ്റുമാരുടെ വേക്കൻസിയാണ് ഫില്ല് ചെയ്യാത്തത്. അപ്പോൾ ഈ ഉള്ള ലോക്കോ പൈലറ്റുമാർ ഓവർ ടൈം വർക്ക് ചെയ്താണ് ഉറങ്ങിപ്പോകുന്നതും അപകടങ്ങൾ ഉണ്ടാക്കുന്നതും. ആരുടെ കുറ്റമാണ്? അവരെ കുറ്റം പറയാൻ ഒക്കില്ല.
അവർക്ക് തീർച്ചയായിട്ടും വിശ്രമം വേണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ വേക്കൻസീസ് ഫില്ല് ചെയ്യണം. അതിനൊക്കെയുള്ള യാതൊരു ശ്രമവും ഈ ബജറ്റില്ല. നമ്മുടെ മൂന്നാം പാത തന്നില്ലെന്നുള്ളത് മാത്രമല്ല, ഇനി ആ 2,50,000 കോടി രൂപ അലോട്ട് ചെയ്തിരിക്കുന്നത് എന്തിനൊക്കെ ഉപയോഗിക്കുമെന്ന് നമുക്ക് കണ്ടറിയണം. അപ്പോഴൊക്കെ നമ്മുടെ ഇവിടെ സംസ്ഥാനത്തു നിന്നുള്ള മന്ത്രിമാർ കണ്ണ് തുറന്ന് നിൽക്കുകയാണ്. ഇതൊക്കെ കണ്ടറിഞ്ഞ് ഈ റിക്വയർമെൻറ്റ്സ് ഒക്കെ അവിടെ എപ്പോഴും പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന ചിന്തയുണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ മൂന്നാം പാത നേടിയെടുക്കാൻ പറ്റും. പിന്നെ കേരളിനെ പറ്റിയൊന്നും ഞാനൊന്നും പറയുന്നില്ല, കാരണം എനിക്കത് ഒട്ടും താല്പര്യമുള്ള ഒരു സബ്ജക്റ്റ് അല്ല. അതുകൊണ്ട് തന്നെ അപ്പം ഇങ്ങനെ കേരളത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് എല്ലാം ഒന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ വളരെ ദീർഘമായി പോയി, അതുകൊണ്ട് തന്നെ നിർത്തുകയാണ്. അപ്പോൾ നമ്മൾ ഒറ്റ കാര്യമാണ് എനിക്ക് അത് ആവശ്യപ്പെടാനുള്ളത്. നമ്മുടെ മന്ത്രിമാർ, 2 മന്ത്രിമാരും, അവരെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ നോക്കിയിരുന്നവരാണ്. പക്ഷേ നമ്മളുടെ പ്രതീക്ഷകൾക്കൊക്കെ പാളം തെറ്റിപ്പോയിരിക്കുകയാണ് ഇപ്പം. പക്ഷേ അവർ ആ പാളത്തിലേക്ക് നമ്മളെ കൊണ്ടുവരണം. പാളം തെറ്റിപ്പോയ നമ്മുടെ മോഹങ്ങളെ ആ പാളത്തിലേക്ക് കൊണ്ടുവരണം. അതിനുള്ള കർമ്മശേഷി, അതിനുള്ള ഇച്ഛാശക്തി അവർ കാണിക്കണം. അതിനു വേണ്ടിയാണ് അവർ കേരളത്തിൽ നിന്ന് മന്ത്രിമാരായി പോയിരിക്കുന്നത്. ആ പ്രത്യാശയോടെയാണ് നാം അവരെ നോക്കിക്കാണുന്നത്. ബൈ.